എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അമ്മ പറഞ്ഞ കാര്യം മുഴുവൻ സത്യമാണ്. അമ്മയെ നോക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുള്ളത് തന്നെയാ. തീരുമാനം എടുക്കേണ്ടതും ഇന്ദ്രേട്ടൻ തന്നെയാ. ഇന്ദ്രേട്ടൻ എന്ത് തീരുമാനം എടുത്താലും ഞാൻ അതിനൊപ്പം തന്നെ ഉണ്ടാവും. ആ അനു, ഒരു തീരുമാനത്തിലെത്താനാ എനിക്ക് സാധിക്കാത്തത്. എന്നെ പ്രസവിച്ചില്ലെങ്കിലും വളർത്തി വലുതാക്കിയതിൽ ഒരു പങ്ക് അമ്മയ്ക്കുണ്ട്. അത് മാത്രമല്ല, ഞാൻ ഇത്രയും കാലം സ്വന്തം അമ്മയായിട്ട് കണ്ട് സ്നേഹിച്ചതും അമ്മയാണ്. ഒരു മകന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ചെയ്തു കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെ എന്താ പ്രശ്നം? അത് നിനക്കറിയാലോ. നമ്മൾ അമ്മയെ ഇവിടെ നിർത്തിയാലും അമ്മയുടെ കൂടെ അങ്ങോട്ട് പോയാലും അനുവിനത് വലിയ ബുദ്ധിമുട്ടാവും. അമ്മയുടെ ഈ വരവിന്റെ ലക്ഷ്യം തന്നെ അതാണോന്ന് എനിക്ക് സംശയമുണ്ട്. അമ്മ എന്നെ ഉപദ്രവിച്ചാലും കഷ്ടപ്പെടുത്തിയാലും എനിക്കതിൽ പരാതിയൊന്നുമില്ല. ഇന്ദ്രേട്ടന് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാ. പക്ഷെ അതൊന്നും ഞാൻ അംഗീകരിക്കില്ല അനു. ഇത്രയും നാളും ഞാൻ സഹിച്ചു. ഒഴിഞ്ഞു മാറിയിട്ടും വീണ്ടും അതിന് ശ്രമിച്ച അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇന്ദ്രേട്ടൻ അമ്മയെ നന്നായി അറിയാലോ. എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് ഏത് വിധേന അമ്മ അത് നടത്തിയിരിക്കും. അതിനു വേണ്ടി അമ്മ എന്തും ചെയ്യും. ഞാനും മോനും മാറി നിന്ന ഇന്ദ്രേട്ടന് പഴയതുപോലെ എല്ലാം തിരിച്ചു കിട്ടുമെങ്കിൽ ഞങ്ങൾ മാറിത്തരാം. നീ എന്തൊക്കെയാ പറയുന്നു? അമ്മയും സഹോദരങ്ങളും ഒന്നിച്ച് പഴയ പോലെ ജീവിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് എന്ന് കരുതി അതിനുവേണ്ടി നിന്നെയും മോനെ മാറ്റി നിർത്തുന്നൊന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എന്റെ അവസ്ഥ അത് നമ്മുടെ മോനുണ്ടാകാൻ പാടില്ല. അച്ഛന്റെ അമ്മയുടെയും സ്നേഹം അനുഭവിച്ച് തന്നെ അവൻ വളരണം. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അതാ എന്റെ അനു എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പോ അമ്മയെ പിണക്കി വിടാനും പറ്റില്ല. ഇന്ദ്രേട്ടാ, മനസ്സിൽ എന്താ ചെയ്യാൻ തോന്നുന്നേന്ന് വെച്ചാ അത് ചെയ്തോന്നല്ലാതെ ഞാനിപ്പോ എന്താ പറയാ? നിനക്കറിയാലോ അനു, ഞാൻ ജീവിച്ചത് എന്റെ കുടുംബത്തിന് വേണ്ടിയാ. അതെനിക്ക് അന്യായപ്പോ ഞാൻ അനുഭവിച്ച സങ്കടവും നീ കണ്ടതല്ലേ? അതെ, അതുകൊണ്ടല്ലേ എന്ത് തീരുമാനം വേണമെങ്കിലും എടുത്തോളാം ഞാൻ പറഞ്ഞില്ലേ, ഇന്ദ്രേട്ടൻ എവിടെയാണോ അവിടെയാണ് എന്റെ സ്വർഗം. പിന്നെ അമ്മയുടെ കൂടെ വീട്ടിലേക്ക് പോകണമെങ്കിൽ പോവാൻ നമുക്ക്. അമ്മ ഏതൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടിച്ചാലും അതൊക്കെ സഹിക്കാം. എന്റെ ഒപ്പം ഇന്ദ്രേട്ടൻ ഉണ്ടാവുമല്ലോ, അത് മതി എനിക്ക്. നിന്റെ ഈ മനസ്സാണ് എന്റെ ധൈര്യം. എനിക്ക് വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറായി നിന്നെ ഞാനായിട്ട് വേദനിപ്പിക്കില്ല. നിങ്ങളെ വിട്ടുകളയൂല്ല. ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവാതെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇന്ദ്രനെ വേദനിപ്പിക്കാവുന്നതിന്റെ അങ്ങേയറ്റം നീ വേദനിപ്പിച്ചില്ലേ? ഇനി അവനെ അങ്ങ് വിട്ടേക്ക്. ഇന്ദ്രനും അനു ആ കുഞ്ഞും അവരെങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ. എന്റെ സ്വന്തം മക്കളെ നോക്കിയതിനേക്കാൾ കാര്യമായിട്ടാ ഞാൻ ഇന്ദ്രനെ വളർത്തിയത്. അപ്പൊ അവൻ എന്നെ നോക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. അത് ലോകത്തിലില്ലാത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞത്. വയസ്സായ മാതാപിതാക്കളെ മക്കൾ തന്നെയല്ലേ നോക്കേണ്ടത്. ദേ വന്നല്ലോ. ഇയാളെ പോലെയുള്ളവരുടെ ഉപദേശം കേട്ടാ ഇന്ദ്രൻ എന്നിൽ നിന്ന് ഓകുന്നത്. നീ വെറുതെ ഇല്ലാത്തത് പറയണ്ട. മാഷ് മോശമായിട്ട് ആർക്കും ഒന്നും തന്നെ പറഞ്ഞു കൊടുക്കും. നിങ്ങൾ പിന്നെ പണ്ടേ ഇവറ്റകളുടെ സൈഡാണല്ലോ. വാ മാഷേ, ഇരിക്കെ. മാഷ് വരുന്ന കാര്യം അനുമോള് പറഞ്ഞില്ലല്ലോ. ഇവിടെ വരെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ നിങ്ങളെല്ലാവരെയും ഒന്ന് കണ്ടിട്ട് പോവാന്ന് ഞാൻ വിചാരിച്ചു.
അത് നന്നായി. വീട്ടിലെല്ലാരും സുഖമായിരിക്കുന്നോ മാഷെ? കുഴപ്പമൊന്നുമില്ല. ഇന്ദ്രനും മനു ഇവിടെ ഇല്ലേ? അവരകത്തുണ്ട്. ആ, ഞാൻ അവരൊന്ന് കാണാം. ആ ശരി മാഷെ. ഓ, നിങ്ങൾക്കിപ്പോ എന്നെയൊന്നും കണ്ടുപിടിക്കാതായോ? എന്താ, നാം ഇറങ്ങിപ്പോയോ? നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ നിങ്ങൾ തന്നെ അവസാനിപ്പിച്ചതാ. എന്റെ മകളുടെ അമ്മായിയമ്മയാണ് നിങ്ങളെന്ന് വിചാരിച്ച സമയത്തൊക്കെ നിങ്ങൾ അർഹിക്കുന്നതിൽ കൂടുതൽ ബഹുമാനവും പ്രാധാന്യവും ഒക്കെ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നിങ്ങളുമായിട്ട് എനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ അന്യായ ഒരു സ്ത്രീയുമായിട്ട് സംസാരിക്കേണ്ട കാര്യവും എനിക്കില്ല. ഹോ, അങ്ങനെയാണോ? പക്ഷേ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയ എന്റെ വളർത്തു മകനെ നിങ്ങളുടെ മകൾ ഇവിടെ തടഞ്ഞു നിർത്തിയിരിക്കുക. എനിക്കവനെ വിട്ടുകിട്ടണം. എന്തൊക്കെയാ സുശീല നീ വിളിച്ചു പറയുന്നത്? സത്യം. ഇന്ദ്രനെ ഇയാളുടെ മകൾ ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നത് തന്നെയാ. ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് നഷ്ടം? നിങ്ങള് കഷ്ടപ്പെട്ടതിന്റെയും വളർത്തിയതിന്റെയും കണക്കൊന്നും പറയണ്ട. ഇത്രയും നാളും മകനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളാണ് ഇന്ദ്രനെ മുതലെടുത്തത്. ഓ, ഞാൻ എങ്ങനെയാ അവനെ വളർത്തിയെന്നൊക്കെ ഇന്ദ്രനറിയാം. കണ്ടവരുടെ വീട്ടിൽ അടുക്കളപ്പണിക്ക് പോയിട്ടും എച്ചിൽ പാത്രങ്ങൾ കഴുകുക ഞാൻ അവനെ വളർത്തിയത്. ആ എന്നെ സംരക്ഷിക്കേണ്ടത് ഇന്ദ്രനാ. ഇത്രയും നാൾ ഇന്ദ്രൻ നിങ്ങളെ അനുസരിച്ചില്ലേ? ഇനി അവൻ ഒരു ജീവിതമുണ്ട്. അവിടെ യാതൊരു ബന്ധവുമില്ലാത്ത നിങ്ങളെക്കാൾ പ്രാധാന്യം അവന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനുമാണ്. അയ്യോടാ, ആഹാ, അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. തന്റെയും തന്റെ മകളുടെയും മനസ്സിലിരിപ്പ് നടക്കില്ല. ഏതെങ്കിലും തെരുവിൽ തല്ലും വഴക്കുമായിട്ട് നശിച്ചു പോകേണ്ട ചെറുക്കനായിരുന്നു അവൻ. അവനെ വളർത്തി ഈ രീതിയിലാക്കിയത് ഞാനാ. ഇപ്പൊ എനിക്കുള്ള അധികാരം കഴിഞ്ഞ മറ്റാർക്കും ഉള്ളൂ. ഇനി ഇപ്പൊ അവനെ പ്രസവിച്ച സ്ത്രീ വന്നാ പോലും ഞാൻ കഴിഞ്ഞുള്ള അധികാരമേ ഇന്ദ്രന്റെ മേലുണ്ടാവും. ജന്മം കൊടുത്തോണ്ട് മാത്രം ആരും അമ്മയാവില്ല. കാക്കയ്ക്കും കഴുകനും കൊടുക്കാതെ വളർത്തിയെടുക്കുന്നില്ല കാര്യം. നിന്നെ ആരും തള്ളി പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയതും ഉണ്ടായതും നീ ഒരാൾ കാരണമല്ലേ സുശീലേ? ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കി നബാനുമേ? എന്നായാലും ഒരിക്കൽ ഇന്ദ്രൻ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്ന് കരുതി അവനെന്റെ വളർത്തുമകൻ തന്നെയാ. എനിക്ക് അവനെ വിട്ടുകിട്ടണം.